നമസ്കാരം ഡാഗുസ്റ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അഡോബ് പ്രീമിയർ പ്രോയുടെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാണ്. 2024 വേർഷനാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അടുത്തൊരു വീഡിയോയിലായിരിക്കും നമ്മൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അധികം പറയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്കുൾ VFX സ്റ്റുഡിയോ. അപ്പോൾ ഐശ്വര്യമായിട്ട് പ്രീമിയർ പ്രോ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ഗുരുവായ എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പരിപാടി തുടങ്ങാമല്ലേ, വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് ലൈക്ക് അടിച്ചിട്ടേക്ക് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരുത്തരം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്ന് വിചാരിച്ചെങ്കിലും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ന്യൂ പ്രൊജക്റ്റ് കണ്ടോ, ഇതങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊജക്റ്റിലേക്ക് കിടക്കാം. ഈ ന്യൂ പ്രൊജക്റ്റ് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചില വേർഷൻസിലൊക്കെ, എന്നാലും ഓൾമോസ്റ്റ് ഇതേപോലെ ഒരു വിൻഡോ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അപ്പിയർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് പ്രൊജക്റ്റ് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് എവിടെയെങ്കിലും മാറി കിടക്കുന്നുണ്ടെങ്കിൽ കാര്യമാക്കണ്ട. ന്യൂ പ്രൊജക്ട് നെയിം എന്നുള്ള ഈ ഒരു സംഭവം പ്രൊജക്ട് നെയിം എന്നുള്ള ഇവിടെ നമുക്കൊരു പേര് കൊടുക്കുക. ട്യൂട്ടോറിയൽ 2 എന്നോ 1 എന്നോ എന്ത് വേണമെങ്കിൽ എടുക്കുക. ഇപ്പോൾ ഞാൻ 2 എന്നൊരു പേര് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. അതുപോലെ പ്രൊജക്റ്റ് ലൊക്കേഷൻ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വിൻഡോസിലാണെങ്കിൽ സി ഡ്രൈവിലായിരിക്കും, മാക്കിലാണെങ്കിൽ സിസ്റ്റം ഡ്രൈവിലായിരിക്കും. ഇത് നമുക്ക് നഷ്ടപ്പെടാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോസിലാണെങ്കിലും മാക്കിലാണെങ്കിലും ചിലപ്പം ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. സിസ്റ്റം ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊക്കെ സി ഡ്രൈവിലുള്ളതും സിസ്റ്റം ഡ്രൈവിലുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റും അതിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോകും. വലിയൊരു നഷ്ടമായിരിക്കും അത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ലൊക്കേഷനിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ലൊക്കേഷൻ ചൂസ് ചെയ്യുക. ചൂസ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഏറ്റവും സ്പീഡുള്ള ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD M.2 ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചില ലാഗി ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാവും, അതിലൊന്നും കൊടുക്കരുത്. പറ്റുകയാണെങ്കിൽ M.2 തന്നെ അല്ലെ SSDയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എനിക്കിവിടെ ഹാർഡ് ഡിസ്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രീമിയർ എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഇവിടെ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. വിൻഡോസിലാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് PR എന്നുള്ള പേര് കൊടുത്തു, പ്രീമിയർ എന്നുള്ള പേര് കൊടുത്തു, ഞാൻ അവിടേക്ക് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിനെ പേര് കൊടുത്ത് സേഫ് ആക്കി കേട്ടോ. ഈ പേര് മറന്നു പോകാത്തൊരു പേര് എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞ് തപ്പി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. മുന്നോട്ടേക്ക് പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്കിത് ആവശ്യം വരും. ഒന്നും കൂടുതൽ വർക്കുകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഒരു ശീലമാക്കി കൊണ്ടുവരാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫൂട്ടേജുകൾ കുറച്ചെണ്ണം. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവർ തന്നെ തരുന്ന ഒരു ഓപ്ഷനാണ്. വേറെ സാധാരണ എഡിറ്ററുകളൊന്നും ഇങ്ങനെ കാണുന്നതല്ല. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് വേണ്ട 1-2 ഫയലുകൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, നിങ്ങൾക്ക് ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് എഡിറ്റിങ്ങിന് വേണ്ടി കിട്ടുക. ഇതിൽ ഓരോ കോളങ്ങൾ പറഞ്ഞ് ഓരോ ടൂൾസ് പറഞ്ഞ് പോകുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും, നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങളുടെ ടൈം നഷ്ടപ്പെടും. അതിലും നല്ല എന്താണെന്നറിയാം, നമുക്ക് ഇപ്പം തന്നെ എഡിറ്റിംഗ് തുടങ്ങി, എന്തിനാ മുന്നോട്ട് വെക്കുന്നില്ലേ? എഡിറ്റിംഗ് തുടങ്ങിയിട്ട് അപ്പോൾ ഓരോ ടൂളുകളായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു പോകും. അപ്പോഴേ നമുക്ക് ഇത് ഉപകാരപ്പെടുള്ളൂ, മറന്നു പോകാതിരിക്കുള്ളൂ. മറ്റേത് ഈ ടൂൾ ഇന്നതാണ്, ഈ ടൂൾ ഇന്നതാണ്, ഈ പെൻ ടൂൾ കൊണ്ട് വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യ സമയത്ത് ഇത് എന്തിനായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. സത്യമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പ്രൊജക്റ്റ് ട്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരും അവിടെ ഒരു മീഡിയ ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോൾഡറാണ്. ആക്ച്വലി ഒരു ബിന്ന് എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. എന്നാലും ഇതൊരു ഫോൾഡറാണ് തന്നെ കണക്കൂട്ടുക. ഇതൊരു ഫോൾഡറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത വീഡിയോസൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇനിയും വീഡിയോസോ ഫോട്ടോസ് ഓഡിയോസോ ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം. മാക്കിലാകുമ്പോൾ ഫൈൻഡർ, വിൻഡോസിലാകുമ്പോൾ എക്സ്പ്ലോറർ എടുക്കുക. നമുക്ക് ഇതേപോലെ വേണ്ട ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഓഡിയോസ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫോൾഡറായിട്ട് തന്നെ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്, അതിനെ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തൊക്കെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ബാക്കോട്ടേക്ക് പോകണമെങ്കിലോ ഈ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ടേക്കും പോകാം. ഇനി ഇത് ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അടിക്കാം, ഇല്ലെങ്കിൽ മാക്കിലാകുമ്പോൾ ബാക്ക് സ്പേസ്, വിൻഡോസിലാകുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ന്യൂ ബിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് തന്നെ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ന്യൂ ബിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതെന്താണ്? ന്യൂ ഫോൾഡർ തന്നെയാണ് കേട്ടോ. ന്യൂ ബിൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കാനാണ് ഇതിനൊക്കെ നെയിം ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും 4 ഞാൻ ഇതിൻ്റെ അകത്തേക്ക് സെലക്ട് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ അത്ര എണ്ണം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുക. ഇനി ഇതിനെയും കൂടെ ആഡ് ചെയ്യണമെങ്കിലോ പിന്നെയും വേണമെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിനൊന്ന് വലുതായിട്ട് കാണണം, എന്ത് ചെയ്യണം? ഈ ഒരു ഐക്കൺ ഉണ്ട് ഇവിടെ, അഡ്ജസ്റ്റ് ദ സൈസ് ഓഫ് ദ ഐക്കൺ ആൻഡ് ദ തംബ്നെയിൽസ് കാണാൻ പറ്റും. അതിനൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതായിട്ട് കാണാൻ പറ്റും. കണ്ടോ? തംബ്നെയിലിൻ്റെ സൈസ് കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ അറേഞ്ച് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് താഴേക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കണ്ടോ. തൊട്ടിപ്പുറത്തുള്ള ഐക്കൺ ആണെങ്കിലോ നമ്മൾ നേരത്തെ കണ്ട പോലെ ഐക്കണായിട്ട് കാണാൻ പറ്റും. തൊട്ടിപ്പുറത്ത് ലിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ? ലിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകളും ഫയലുകളും എല്ലാം ഉണ്ട്. സെർച്ച് ചെയ്തെടുക്കാൻ നമുക്ക് പേരറിയാമെങ്കിൽ ഈ ഒരു ഫൈൻഡർ എടുക്കുക, സെർച്ച് ചെയ്തിട്ട് എടുക്കാനും പറ്റും കേട്ടോ. ഇനി ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, ന്യൂ ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ന്യൂ ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. സീക്വൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മൾ മറ്റ് സോഫ്റ്റ്വെയറിലൊക്കെ ടൈം ലൈൻ എന്ന് പറയുന്ന സംഭവമാണ്. പ്രധാനമായിട്ടും എഡിറ്റിംഗ് ആൾക്കാരൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് ടൈം ലൈൻ എന്നാണ്. നമ്മൾ ഇതിന് ടൈം ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഇവിടെ അതുപോലെ ന്യൂ പ്രൊജക്ട് ഷോർട്ട് കട്ട് ഓഫ്ലൈൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ നമുക്ക് സീക്വൻസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു സീക്വൻസ് ഉണ്ട്. ഇതെനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് പുതിയത് തുടങ്ങാം. അപ്പോൾ നമുക്ക് പുതിയത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാം അല്ലേ.
ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഐറ്റം എന്നുള്ള ന്യൂ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട്, കമാൻഡ് എൻ, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ എൻ ആയിരിക്കും. അത് അടിച്ചു കഴിഞ്ഞാൽ പുതിയ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതേ സംഭവം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഷോർട്ട് കട്ട് അടിച്ചാലും വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതിൽ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ പ്രധാനമായും ബേസിക് അറിയാത്തവരാണെങ്കിൽ ഈ HD ഫോർമാറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. HD ഉണ്ട്, അതുപോലെ 4K ഉണ്ട് ഇവിടെ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് ആഡ് ചെയ്യാനുള്ള അങ്ങനത്തെ രീതികളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ, എഡിറ്റ് മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന തൽക്കാലം HD നമുക്ക് തുടങ്ങാൻ കേട്ടോ. HD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1920 1080 എന്നാണ് നമ്മൾ ഫുൾ HD വീഡിയോ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. അതിൽ 30 ഫ്രെയിമാണ് 29.97 എന്ന് കാണിക്കുന്ന ഫ്രെയിംസ് കേട്ടോ. 30 ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ 30 ഫോട്ടോസ് കൂടിയിട്ടാണ് ഒരു സെക്കൻഡ് സമയത്തേക്കുള്ള വീഡിയോ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ, ഒരു സെക്കൻഡ് സമയം വീഡിയോ പ്ലേ ആകുന്നുണ്ടെങ്കിൽ അതിൽ 30 ഫോട്ടോസാണ് ഉണ്ടാവുക. ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫയലല്ല, അത് സീക്വൻസ് ആയിട്ടുള്ള ഫോട്ടോസാണ്. ഒന്നെങ്കിൽ 30 ഫോട്ടോസ് ഒരു സെക്കൻഡിലേക്ക് ഉണ്ടാവും, 60 ഫോട്ടോസ് ഉണ്ടാവും, 120 ഫോട്ടോസ് ഉണ്ടാവും. പിന്നെ ഫ്രെയിം പെർ സെക്കൻഡ് എന്നാണ് പറയുക. ഫിലിമൊക്കെ ചെയ്യുകയാണെങ്കിൽ 24 ഫ്രെയിമാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ഇങ്ങനെ എനിക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇങ്ങനെയല്ലേ എനിക്ക് ഇവിടെ സെറ്റിങ്സിൽ മാനുവലായിട്ട് സെറ്റിങ്സ് ഒക്കെ മാറ്റി കൊടുക്കാം. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ പഠിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുള്ളൂ. ഇപ്പോൾ അവർ തരുന്ന ഈ ഒരു സംഭവം, ഇല്ലെങ്കിൽ 60 ഫ്രെയിം ഉണ്ട്. ഇപ്പോൾ സാധാരണ നമ്മുടെ മൊബൈലൊക്കെ 60 120 ഒക്കെ വരാൻ തുടങ്ങിയില്ലേ ഫ്രെയിം, എന്നാലും നമുക്ക് 30 അങ്ങ് തുടങ്ങാം. ഓക്കെ, 60 ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്ത ഫ്രെയിം എങ്കിൽ 60 തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ടൈം ലൈൻ ക്രിയേറ്റ് ആയി. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും V1 V2 V3 എന്ന്. അത് വീഡിയോസ് ആഡ് ചെയ്യാനുള്ള ട്രാക്കുകളാണ്. താഴേക്ക് A1 A2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഓഡിയോസ് ആഡ് ചെയ്യാനുള്ള ട്രാക്കുകളാണ്. ഇതിൽ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് വീഡിയോസിന് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വീഡിയോസ്, വീഡിയോയുടെ ഐക്കൺ ഉണ്ട്, ഓഡിയോയുടെ ഐക്കൺ ഉണ്ട്. അതിനർത്ഥം എന്താ, അത് വീഡിയോയും ഓഡിയോയും ഉള്ള ഫയലാണ്. ചില ഫയൽസിൽ വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ, ഓഡിയോ ഉണ്ടാവില്ല. അവിടെ ഈ ഐക്കൺ അപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ അല്ലേ, ഈ വീഡിയോയുടെ ഐക്കൺ ആയിരിക്കും ബ്ലൂ കളറിൽ കാണാൻ പറ്റുക. ഇപ്പോൾ ഇതെന്താണ്, വീഡിയോയുടെ ഐക്കൺ അല്ലല്ലോ, ഇത് സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ സീക്വൻസിൻ്റെ ഐക്കൺ കണ്ട അവിടെ കാണാൻ പറ്റുന്നത് സീക്വൻസ് 1 ആണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സീക്വൻസ് 2 ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ടൈം ലൈനിന്, കല്യാണ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരാളെ പേരുണ്ടാവും. ഇപ്പോൾ എൻ്റെ പേര് കൊടുക്കുക, നിജിൻ്റെ വെഡിങ് ആണ്. നിജിൻ വെഡിങ് ഉള്ള ഒരു ഷോർട്ട് കട്ട് അവിടെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടേക്ക് പ്രോജക്റ്റിലേക്ക് ഫയലുകൾ ആഡ് ചെയ്യുക. സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അതിന് മുന്നേ നമുക്കിതൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിൻഡോ കണ്ടോ, ഈ വിൻഡോ ആണ് വ്യൂവർ. ഇതൊരു വ്യൂവറാണ്, ഇതൊരു വ്യൂവറാണ്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ നമുക്കത് കാണണമെങ്കിൽ ഈ ഫസ്റ്റ് വ്യൂവറിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഇനി എനിക്കിപ്പം ഈ വീഡിയോ മൊത്തത്തിൽ വേണ്ട, ഇങ്ങനെ കണ്ടു നോക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കീബോർഡിൽ I എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇന്ന് മാർക്ക് ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ട് മതി, ബാക്കോട്ടുള്ള വേണ്ടാന്ന്. അതുപോലെ ഈ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടേക്ക് വെച്ചിട്ട് ഈ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇന്ന് മാർക്ക് ചെയ്തു. അതിനേക്കാളും സുഖം എന്താണ്, I എന്നുള്ള ഷോർട്ട് കട്ടാണ് അല്ലേ. ഇനിയിപ്പോൾ ഔട്ട് സെലക്ട് ചെയ്യാനോ സംഭവം സിമ്പിൾ തന്നെ. I തൊട്ടിപ്പുറത്ത് O ഉണ്ട്, ഔട്ട് O സിമ്പിൾ അല്ലേ. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഈ രണ്ട് ഐക്കണാണ് ഇന്നും ഔട്ടും മാർക്ക് ചെയ്യേണ്ടത്. ഇന്നും ഔട്ടും മാർക്ക് ചെയ്ത ശേഷം എനിക്കിപ്പോൾ ഇതിൻ്റെ ഓഡിയോ വേണ്ട. കല്യാണ വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ആ ഓഡിയോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമുക്ക് വീഡിയോ മാത്രം മതിയാവും അല്ലേ. പിന്നെ നമ്മൾ പാട്ടാണ് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഐക്കൺ കണ്ടോ വീഡിയോയുടെ, ഇത് മാത്രം ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ചേഞ്ച് സീക്വൻസ് സെറ്റിങ്സ് കാണാൻ പറ്റും, കീപ്പ് എക്സിസ്റ്റിംഗ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് സീക്വൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കല്യാണ വീഡിയോ എക്സാമ്പിൾ പറയുകയാണെ, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൻ്റെ വീഡിയോ നമ്മൾ 60 ഫ്രെയിമിൽ 4K ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ടൈം ലൈൻ എത്ര നമ്മൾ ക്രിയേറ്റ് ചെയ്ത് HD 30 ഫ്രെയിമാണ്. അപ്പോൾ എന്താണെന്ന് അറിയാം, വീഡിയോയുടെ ക്വാളിറ്റി അങ്ങ് നഷ്ടപ്പെടും. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഫ്രെയിം റേറ്റും അതേപോലെ റെസൊല്യൂഷനും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു വൃത്തി കിട്ടില്ല. മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്തോ അതേപോലെ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഔട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്, ചേഞ്ച് സീക്വൻസ് സെറ്റിങ്സ് കൊടുത്താൽ എന്താവും, ഈ വീഡിയോ ഏത് ഫ്രെയിം റേറ്റിലാണ് ഏത് റെസൊല്യൂഷനിലാണ് ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതേപോലെ ടൈം ലൈനും മാറും. ഇനി അങ്ങനെയല്ല, കീപ്പ് എക്സിസ് സെറ്റിംഗ് കൊടുത്താലോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത HD തന്നെ സംഭവങ്ങളൊക്കെ ആഡ് ആവും, കുഴപ്പമൊന്നുമില്ല. ചേഞ്ച് കൊടുക്കുക, ചേഞ്ച് സീക്വൻസ് കൊടുത്ത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതേപോലെ തന്നെ ആഡായി. പക്ഷേ എന്തായി, നമ്മൾ ക്രിയേറ്റ് ചെയ്ത 1080p എന്നുള്ള സൈസിൽ നിന്ന് 30 ഫ്രെയിമിൽ നിന്ന് മാറിയിട്ട് ഇതെങ്ങനെയാണോ ഉള്ളത് അതേ സൈസിലേക്ക് ടൈം ലൈൻ മാറി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരേ ക്യാമറ ഷൂട്ട് ചെയ്താണെങ്കിൽ ഒരേപോലെ തന്നെയാണല്ലോ വരിക. വ്യത്യസ്ത ക്യാമറകൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ടൈം ലൈനിലേക്ക് പാകത്തിന് വരാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, എന്നാലും മാക്സിമം നമ്മൾ ഫൂട്ടേജ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എഡിറ്റിങ്ങിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ ക്ലിപ്പുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ, വളരെ ചെറുതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സൂം ചെയ്തൊന്ന് കാണാൻ പറ്റും. ഇവിടെ എവിടെയോ ഒരു പ്ലസ് ബട്ടൺ ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ, സൂമിൻ്റെ ഐക്കൺ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ താഴെ കണ്ടോ ഒരു ടൈം ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബാർ കണ്ടോ, ഇതിൻ്റെ എൻഡ് പോയിന്റിലേക്ക് പിടിക്കുക. ഇവിടെ ഒരു കുത്ത് കണ്ടോ കാണാൻ പറ്റില്ലേ, ഈ കുത്തിൽ പിടിച്ച് ബാക്കോട്ടേക്ക് വലിച്ചു നോക്കി കണ്ടോ സൂം ആകുന്നത്.
ഇനി അതേപോലെ തന്നെ ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ബട്ടൺ. വിൻഡോസിലാകുമ്പോൾ ആൾട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മിഡിൽ മൗസ് ബട്ടൺ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിയേ, കണ്ടോ ടൈം ലൈൻ ചെറുതായി വന്നു, അതേപോലെ വീഡിയോ വലുതായിട്ട് വന്നു. നമ്മളെ ഹെഡർ, പ്ലേ ഹെഡർ, ഈ നീല സാധനം കണ്ടോ, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് പോകുന്നത് ഇതാണ് പ്ലേ ഹെഡ്. പ്ലേ ഹെഡർ എന്നൊക്കെ പറയും. ഇതിനെ ഫസ്റ്റ് ഇവിടേക്ക് കൊണ്ട് വെച്ചിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടന്ന് സൂം ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു ടൈം ലൈൻ കിട്ടി. പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഒന്നും കൂടില്ല, ടൈം ലൈൻ മാത്രമേ സൂം ആവുള്ളൂ കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി എനിക്ക് തോന്നുന്നു ഓഡിയോയും കൂടെ വേണം ഈ ക്ലിപ്പിലേക്ക് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങ് വലിച്ചിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ ഓഡിയോയും വീഡിയോയും അപ്പിയർ ആയി. ഓക്കെ അല്ലേ? ഇനി എനിക്ക് ഓഡിയോ മാത്രം മതിയെങ്കിലോ, ദാ ഇവിടെ ക്ലിക്ക് ചെയ്യുക, വലിച്ചിങ്ങോട്ടേക്ക് ഇടുക. സിമ്പിൾ അല്ലേ? ഇപ്പോൾ ഓഡിയോ മാത്രം വന്നു, വീഡിയോ മാത്രം വേറെ വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് കട്ട് ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇട്ടതാണെങ്കിലും ഇവിടെ വരെ മതി എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കട്ട് ചെയ്ത് പോകാൻ. അതിൽ ഈ ബ്ലേഡിൻ്റെ ഓപ്ഷൻ കണ്ടോ, ഈ ബ്ലേഡ് റേസർ ടൂൾ എന്നാണ് ഇതിൽ പറയുന്നത്. സി ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. സി അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ബ്ലേഡ് വന്നു. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് മുറിക്കാൻ പറ്റും കണ്ടോ. ഇനി വി ആണ് ഇതിൻ്റെ സെലക്ഷൻ ടൂൾ. ഇത് കണ്ടോ, ഈ ടൂളാണ് സെലക്ഷൻ ടൂൾ. വി പ്രസ് ചെയ്തതിന് സെലക്ഷൻ ടൂൾ കിട്ടും. ഇത് സെലക്ട് ചെയ്യുക, ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആയിട്ട് പോയിക്കോളും. കണ്ടോ, സിമ്പിൾ. ഇനി മുന്നോട്ടേക്ക് ഇവിടേക്ക് ബാക്കോട്ടേക്ക് കുറച്ച് കട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, ഡോറേ ബുജിയും പറയും പോലെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. നേരെ നമ്മൾ സി അടിക്കുന്നു, കട്ട് ചെയ്യുന്നു, വീണ്ടും വി അടിക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പം തന്നെ നിങ്ങൾ എഡിറ്റിംഗ് പഠിച്ചു. പക്ഷേ ഇപ്പോൾ പറഞ്ഞ സാധനം നമ്മൾ വലിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വി അടിക്കുന്നു, സി അടിക്കുന്നു, കട്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഭയങ്കര പണിയാണ് അല്ലേ? ഒരുപാട് ടൈമാണ് അവിടെ നമുക്ക് വേസ്റ്റ് ആവുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ട്രിമ്മിങ് ടൂൾ എന്ന് പറയും. ട്രിമ്മിങ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ട്രിം ചെയ്ത് ഒഴിവാക്കുക. ഇവിടെ പിടിക്കുന്നു, ഇങ്ങോട്ട് വലിച്ച് ഞാൻ ട്രിം ആവുന്നത് കണ്ട, ഇത്രയും ട്രിമ്മായി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വേണ്ടത് അവിടെ ഇങ്ങനെ കാണാൻ പറ്റുമോ, ഇവിടെ വരെ കട്ടായി എന്നുള്ളത് കണ്ട, ഇവിടെ വരെ മതി, കട്ടായി. ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത ഭാഗങ്ങൾ എവിടെയും പോകുന്നില്ല അല്ലേ, അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഐഡിയ. ഇനി ഇങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഈ ഒരു സെലക്റ്റഡ് ഏരിയയിൽ നിന്ന് ബാക്കോട്ടേക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്ത് ചെയ്യണം, നമുക്ക് ട്രിം ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് കട്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ പ്രീമിയറിൻ്റെ അകത്ത് വരിക, നമുക്കിവിടെ കീബോർഡ് ഷോർട്ട് കട്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. കമാൻഡ് ഓപ്ഷൻ കെ എന്നാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ആൾട്ട് കെ ആയിരിക്കും കേട്ടോ. നോക്കുക, ഇവിടെ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ലൊരു കീബോർഡിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ ട്രിമ്മിങ് ടൂളുകളാണ് ആദ്യം വേണ്ടതില്ലേ. അത് പ്ലേ ഹെഡർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ സെർച്ച് കണ്ടോ, പ്ലേ ഹെഡ് എന്നൊന്ന് സെർച്ച് ചെയ്യാൻ പോകണേ. ഇപ്പോൾ ഈ സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്കിവിടെ സീക്വൻസിൻ്റെ ഒക്കെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിപ്പിൾ ട്രിം നെക്സ്റ്റ് ടു പ്ലേ ഹെഡ് എന്ന് കണ്ടോ. ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ടാവും. അത് മാറ്റിയിട്ട് ഇ എന്നുള്ള ബട്ടണില്ലേ, കീബോർഡിൽ ഇ ബട്ടൺ കൊടുക്കുക. അതേപോലെ റിപ്പിൾ ടു പ്രീവിയസ്ലി ക്യൂ കൊടുക്കുക. ഈ രണ്ട് ബട്ടൺ നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുത്തേ. ഇനി എന്ത് ചെയ്യണം, ഡിലീറ്റ് നിന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ഡിലീറ്റ് നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റിൽ റിപ്പിൾ ഡിലീറ്റ് എന്ന് കാണാൻ പറ്റും. റിപ്പിൾ ഡിലീറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഡി എന്നുള്ള ബട്ടൺ, ഇത് ഡിലീറ്റ് ചെയ്ത് അവിടെ ഡി എന്നുള്ള ബട്ടൺ ആഡ് ചെയ്യുക. അതിനവിടെ ക്ലിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിയർ മാറ്റിയിട്ട് അവിടെ എസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, റിപ്പിൾ ഡിലീറ്റിൽ ഡിയും ക്ലിയറിൽ എസ്സും കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് എഡിറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. ആഡ് എഡിറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് എഡിറ്റ് കമാൻഡ് കെ എന്ന് കാണാൻ പറ്റും അല്ലേ. ഇതിൽ വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ കെ ആയിരിക്കും. ഇത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡബ്ല്യു എന്നുള്ള ഷോർട്ട് കട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഡബ്ല്യു. ഓക്കെ അല്ലേ, ഇത് എനിക്ക് വേണ്ട, ഇത് ഒഴിവാക്കുക. ഓക്കെ, ഡബ്ല്യു എന്നുള്ള ഷോർട്ട് കട്ട് കൊടുത്തു. ഇനി ആഡ് എഡിറ്റ് ടു ഓൾ ട്രാക്ക് എന്ന് ഇവിടെ കാണാൻ പറ്റും. അവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോകണേ, ഷിഫ്റ്റ് ഡബ്ല്യു എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ, ബാക്കി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഈ രണ്ട് സംഭവങ്ങൾ ഇവിടെ ആഡ് ചെയ്തു. ഇനി ഓക്കെ കൊടുക്കുക. ഇനി ബാക്കി വരുന്ന ഷോർട്ട് കട്ടുകളൊക്കെ നമുക്ക് പോകെ ചെയ്ത് പോകാം അല്ലേ. ഇനി നോക്കിയാൽ നമ്മൾ എഡിറ്റിംഗ് വളരെയധികം ഫാസ്റ്റ് ആകാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു ടൂൾ എടുത്തു അല്ലേ, സി അടിച്ച് ടൂൾ എടുത്തു, ഇവിടെ ഒരു കട്ട് ഇട്ടു, പിന്നെ ഇവിടെ ഒരു കട്ട് ഇട്ടു, വി അടിച്ചു, ഈ സെലക്ഷൻ ടൂൾ എടുത്തു, വേണ്ടതിനെ സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് ടൈം എടുത്താണല്ലേ എഡിറ്റിംഗ് പഠിച്ച്. ഇനി ഇതാ നമ്മുടെ ഡാർക്ക് വൂൾഫിൻ്റെ ടിപ്പാണ്. നോക്കിയോ, ക്യൂ പോയി ബാക്കോട്ടേക്കുള്ളത്, ഇവിടെ വെച്ച് ഇനി മുന്നോട്ടേക്ക് ഇത്രയും ഭാഗം എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ ഈ അടിച്ചു കളഞ്ഞു. കണ്ടോ, സിമ്പിളായിട്ട് ബാക്കോട്ടേക്ക് മുന്നോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതാ ഒന്ന് ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്ത് പോവുകയാണ്. അവിടെ വരെ മതി. എന്ത് ചെയ്യണം, ഈ അടിക്കുക, കട്ടായി. കണ്ടോ, സിമ്പിൾ അല്ലേ. ഇനി അതേപോലെ ബാക്കോട്ടേക്ക് ഇവിടെ വേണ്ട, ക്യൂ അടിച്ചു. കണ്ടോ, സിമ്പിളായി കട്ടായി. ഇനി നടുവിലൊരു ഭാഗമാണ് എനിക്ക് വേണ്ടാത്തെങ്കിലോ, ഇത്ര ഏരിയ ആണ് വേണ്ടെങ്കിലോ, അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ഇടണം അല്ലേ. നേരത്തെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്തേ, നേരത്തെ പറഞ്ഞാൽ സി എടുത്തു, ഇവിടെ കട്ട് ഇട്ടു. അതിന് പകരം എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഡബ്ല്യു ഷോർട്ട് കട്ട് ആഡ് ചെയ്തില്ല, ഡബ്ല്യു അടിക്കുക, അവിടെ കട്ട് വീണു. ഇനി ഇവിടേക്ക് വെച്ച് ഡബ്ല്യു അടിച്ച് കഴിഞ്ഞാലോ, അവിടെയും കട്ട് വീണു. കണ്ടോ, രണ്ട് സ്ഥലത്തും കട്ട് വീണു. ഈ നടുവത്താണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. സാധാരണ ഇതിൽ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക നോക്കിയോ, ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ
അവിടെയുള്ള ഡിലീറ്റ് ആയി ആ ഗ്യാപ്പ് അവിടെ തന്നെ തുടരും അല്ലേ. ഇനി വരെ നമ്മൾ ഷോർട്ട് കട്ട് ആഡ് ചെയ്തു. ഏതാണ്? ഡി അടിച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ഡിലീറ്റ് ആണ്. ഇവൻ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്ത് ഒട്ടും നോക്കിയോ, കണ്ട ട്രിപ്പിൾ ഡിലീറ്റ് എന്നാണ് ഞാൻ പറയാം. ജമ്പ് ചെയ്ത് ഒട്ടി. ഇനി ജമ്പ് ചെയ്ത് ഒട്ടേണ്ട അവിടെ ഒരു ഗ്യാപ്പാണ് വേണ്ടെങ്കിലോ നമ്മൾ എസ്സിലേക്ക് ആഡ് ചെയ്തു അല്ലേ, എസ്. ഇപ്പം ഞാൻ ഇത്രയും ഷോർട്ട് കട്ടുകൾ പറഞ്ഞ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നോക്കിയോ QWESD എന്ന് പറയുന്ന ഒക്കെ ഇടത്തെ കയ്യിൽ ഒതുങ്ങുന്ന സംഭവങ്ങളാണ്. ഇടത്തെ കയ്യിൽ അടുത്തടുത്ത് വരുന്ന കീകളാണ്. നിങ്ങൾക്ക് കീബോർഡ് ഷോർട്ട് കട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാം. അല്ലെ കീബോർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ട QWE ഇത്രയാണല്ലേ. ഇനി നമുക്ക് ഈ വി എന്നുള്ള ടൂളില്ലേ, ഇത് അഡോബിൻ്റെ മെയിൻ ടൂളാണ്. ഇനി നമുക്ക് എ കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും മുകളിൽ തന്നെ സെലക്ഷനാണ്. ഇവിടെ പ്ലസ് കൊടുക്കുക. എന്നിട്ട് അവിടേക്ക് ഞാൻ എ കൂടി ആഡ് ചെയ്യണേ. അപ്പോൾ ഓക്കെ കൊടുത്തു. ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് സൈഡിൽ ഓൾമോസ്റ്റ് സെറ്റായി. QWEASD സിമ്പിൾ അല്ലേ. സ്പീഡിൽ എഡിറ്റ് ചെയ്ത് പോകാം അല്ലേ. ഇനി എനിക്ക് ഇതിൻ്റെ ഒരു കോപ്പി വേണം. ഞാൻ എന്ത് ചെയ്യണം? ആൾട്ട് ബട്ടണ് മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടണ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു നോക്കിയേ, ഒരു കോപ്പി അവിടേക്ക് വന്നു. ഓക്കെ അല്ലേ? ഇതാ സെയിം വീഡിയോ തന്നെയാണ്, അതിൻ്റെ ഒരു കോപ്പി ഇവിടേക്ക് വന്നു. ഇനി എനിക്ക് വേറെ ക്ലിപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിലോ ഡ്രാഗ് ചെയ്ത് അടുത്ത ടൈം ലൈനിലേക്ക് വേണമെങ്കിൽ, അടുത്തൊരു ട്രാക്കിലേക്ക് വേണമെങ്കിൽ, ഇവിടെ V2 എന്ന് കാണുന്ന ട്രാക്കിലേക്ക് വേണമെങ്കിൽ അവിടേക്ക് വലിച്ചിട്ട് അവിടെ ഒരു കോപ്പിയായി. ഇനി എനിക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടോ, സിമ്പിൾ അല്ലേ. അതിന് പകരം നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇത് കുറച്ചുകൂടെ ടൈം എടുക്കുന്നുകൊണ്ടാണ് ആ ഒരു ഷോർട്ട് കട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയത്. ഇനി നമുക്ക് ഈ ടൈം ലൈൻ ഒരുപാട് എഡിറ്റ് ചെയ്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരുപാട് മുന്നോട്ടേക്ക് നീങ്ങി വരുന്നത്. അപ്പോൾ അവിടേക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഇത് പിടിച്ചിങ്ങനെ എപ്പോഴും വലിക്കണം എന്നില്ല. കമാൻഡ് അല്ലെങ്കിൽ കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മിഡിൽ മൗസ് ബട്ടൺ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ടൈം ലൈന് മൂവ് ചെയ്യേണ്ടത്. അതേപോലെ ഓപ്ഷന് ആൾട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ടൈം ലൈന് അഡ്ജസ്റ്റ് ചെയ്ത് സൂം ഔട്ട് ചെയ്ത് വെക്കാനും പറ്റും. ഓക്കെ അല്ലേ. ഇനി ഈ ടൈം ലൈന് നമുക്ക് ഒരു വീഡിയോ മുകളിലേക്ക് ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചു. ഇതിനെ എനിക്ക് കാണണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ ഐക്കൺ കണ്ടോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഹൈഡായി. ഇപ്പോൾ അടിയിൽ ഏതാണോ ക്ലിപ്പുള്ളത് അതിനാണ് നമുക്ക് കാണാൻ പറ്റുക. അത് ഇവനെയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. നോക്കിക്കോ, ഇപ്പോൾ എനിക്ക് മുകളിലുള്ള ക്ലിപ്പിനെ വീണ്ടും അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ. പിന്നെ നമുക്ക് ഈ ടൈം ലൈൻ ലോക്കാക്കി വെക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ വീഡിയോ താഴേക്ക് എടുത്ത് വെക്കാമെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഈ ടൈം ലൈനിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഇവിടെ കട്ടായി പോയി. പിന്നെ മേലോട്ട് കാണാൻ പറ്റും, ഇവിടെ മുറിഞ്ഞു പോയില്ലേ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വെച്ച വീഡിയോ ആണ്. കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നഷ്ടമായിരിക്കും. പിന്നെ അത് കാണൂല. പിന്നെ മാറ്റി എഡിറ്റ് ചെയ്ത് വരണമല്ലേ. അതിന് പകരം എന്ത് ചെയ്യുക, ഈ ടൈം ലൈനിലെ ഈ ഒരു ട്രാക്കിനെ ലോക്ക് ചെയ്തിട്ടേക്കുക. ഇപ്പോൾ ലോക്കിൻ്റെ പോലെ ചിഹ്നം കണ്ടോ. ഇനി ഇതൊന്ന് വലിച്ചിട്ട് ആരെങ്ങോട്ട് ഇടാൻ നോക്കിയാലും ഇതിലേക്ക് വരില്ല, മേലോട്ടേക്ക് പോകും. പക്ഷേ ഇവിടേക്ക് വരും. താഴത്ത് ഈ ഒരു ടൈം ലൈന് ചെയ്ത് കഴിഞ്ഞ് വെച്ചാണെങ്കിൽ അവിടെ സേഫായി. ഇനി അത് ഡിലീറ്റ് ആയി പോവില്ല. നല്ലൊരു എളുപ്പമുള്ള മാർഗ്ഗമല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ടൈം ലൈനിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിന് എന്തൊക്കെ എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഒരു വ്യൂവർ കണ്ടില്ലേ, ഇവിടെ ആ വ്യൂവർ മാറിയിട്ട് ഇപ്പോൾ ഇവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ഇത് വന്നിട്ടുണ്ടാവും അല്ലേ. എഡിറ്റ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാവും, ഓഡിയോ ഉണ്ടാവും. അല്ലെ വീഡിയോൻ്റെ ഉള്ളിൽ മോഷൻ ഉണ്ടാവും, ഒപ്പാസിറ്റി ഉണ്ടാവും, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ടാവും. നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം അല്ലേ. മോഷൻ എന്താണെന്ന് മോഷൻ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ കാണാൻ പറ്റും. പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയാൽ കണ്ടോ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കിത് പൊസിഷൻ മാറ്റി വെക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അത് വേണ്ട തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ റീസെറ്റായി. പഴയത് എങ്ങനെയായിരുന്നോ ഉണ്ടായി അതേപോലെ ആയി. അപ്പോൾ തൊട്ട് മുന്നത്തെ ഒരു പൊസിഷനിലേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അണ്ടു അടിച്ചാൽ മതി. കമാൻഡ് ഇസഡ് ആണ് കേട്ടോ. അണ്ടു വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ഇസഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ സ്കെയിലൊന്ന് കൂട്ടണം, അതായത് സൈസ് ഇത്തിരി വലുതാക്കണം. അതിനെന്ത് ചെയ്യുക, ഇത് കണ്ടോ, ഇത്തിരി വലുതാക്കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവും, ചെറുതാവും. ഇവിടെ റീസെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം സ്ട്രെച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. വീഡിയോ ശരിക്കും വൃത്തികേടായി പോകും. നിങ്ങൾക്ക് യൂണിഫോം സ്കെയിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്കെയിൽ സ്ട്രെച്ച് ചെയ്താൽ ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് കണ്ടോ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. എന്തായാലും ഹൈറ്റും അതേപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് വീഡിയോയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാര്യം നമ്മുടെ വീഡിയോ മൊത്തത്തിൽ വൃത്തികേടായി പോകും. അതുകൊണ്ട് യൂണിഫോം എപ്പോഴും ഓൺ ആക്കിയിട്ടേക്കാം കേട്ടോ. ഇനി തൊട്ട് താഴെ റൊട്ടേഷനാണ് വരുന്നത്. റൊട്ടേഷൻ എന്താണ്, ഇതാ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വീഡിയോനെ റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രിയിലേക്ക് വേണമെങ്കിൽ 90 അടിച്ചു കഴിഞ്ഞാൽ തൊട്ട് കുത്തനെ വന്നേക്കും കേട്ടോ, നെഡ് കുത്തനെ വന്നേക്കും. 180 അടിച്ചു കഴിഞ്ഞാലോ തല കുത്തനെ വന്നിരിക്കും. ഓക്കെ അല്ലേ. വവ്വാൽ തൂങ്ങി കിടക്കും പോലെയുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇതാണ് റൊട്ടേഷനിൽ വരുന്നത്. പിന്നെ ആങ്കർ പോയിന്റ് ഉണ്ട്. ആങ്കർ പോയിന്റ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പം ഞാനിവിടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ആ സെൻറ്ററിൽ ഒരു ആണി അടിച്ചിട്ട് ഒരു ഫോട്ടോ കറക്കി അങ്ങനെ ഉണ്ടാവും ചുമരിലിട്ട് വട്ടത്തിൽ ആ നടുവിലായിരുന്നു കറങ്ങുക അല്ലേ. അതിന് പകരം ആണി ഒരു സൈഡിലോട്ട് അടിച്ചാലോ, അതാണ് ആങ്കർ പോയിന്റ്. ഇപ്പോൾ ഇവിടെ ആങ്കർ പോയിന്റ് മാറ്റുകയാണെന്ന് നോക്കിയോ. ആങ്കർ പോയിന്റ് കുറച്ചും ഇങ്ങോട്ടേക്ക് മാറ്റി അപ്പോൾ അതിനനുസരിച്ച് ഫോട്ടോയും മാറുന്നത് കാണാം. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തേ. ഇനി ഇതിനെനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പഴയ പോലെ തന്നെ വെക്കണമെങ്കിൽ ഈ ഒരു പൊസിഷനിലെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. പൊസിഷൻ ഇങ്ങോട്ടേക്ക് നീക്കി ഇതേപോലെ ആങ്കർ പോയിന്റ് ഇപ്പോൾ
ഇനി ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് നോക്കിയോ, കണ്ടോ ആങ്കർ പോയിന്റ് ഇപ്പോൾ എവിടെയാണ്? ഇതാ ആങ്കർ പോയിന്റ് ഈ ഒരു പൊസിഷനിലാണ് ആങ്കർ പോയിന്റ് ഉള്ളത്. അതിനെ ബേസ് ചെയ്തോട്ടാണ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് ആങ്കർ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അത് നമുക്ക് കൂടുതൽ പിന്നെ വിശദമായിട്ട് പറഞ്ഞു പോവാം. പിന്നെ ഇരുന്ന ഒപ്പാസിറ്റിയാണ്. ഒപ്പാസിറ്റി അറിയാലോ, മുകളിൽ ഒരു ലെയർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ലെയറും കൂടെ എവിടേക്ക് ആഡ് ചെയ്തു. ഈ മുകളിലത്തെ ലെയറിൻ്റെ ഒപ്പാസിറ്റി ഞാൻ കുറയ്ക്കുകയാണെങ്കിൽ നോക്കിയോ, ഒപ്പാസിറ്റി 100 ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ അടിയത്തത് ആയിട്ട് തെളിഞ്ഞു വരും. രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരും. ഫുള്ളായി കഴിഞ്ഞാൽ പോവും. ബാക്കോട്ട് അടിച്ച് കഴിഞ്ഞാൽ അടിയുള്ളത് മാത്രം കാണും, മുകളിലുള്ളത് കാണില്ല. കണ്ടോ ഇപ്പം മിക്സ് ആക്കി വെക്കാം. അതായത് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പെറൻസിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ബ്ലെൻഡിങ് മോഡ് നോർമൽ. ബ്ലെൻഡിങ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഈ ബ്ലാക്ക് സ്ക്രീനിൽ എഫക്റ്റുകൾ വരുന്നത് തീ കത്തുന്ന എഫക്റ്റ് കണ്ടില്ലേ? തീ ഇങ്ങനെ കത്തുകയാണ്. ബാക്കിൽ മൊത്തം ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ നമ്മൾ സ്ക്രീന് അല്ലെ ലൈറ്റണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ തീ മാത്രം കത്തുന്നത് കാണും. ബ്ലാക്കർ മൊത്തം റിമൂവ് ആയി പോയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ഓപ്ഷനൊക്കെ ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് പിന്നീട് പറയാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് വോളിയാണ് വരുന്നത്. സൗണ്ടിൻ്റെ ബേസ് ചെയ്ത് വരുന്നതാണ്. വോളിയം ലെവൽ അപ്പ് ചെയ്യാനും dB അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. ഇത് വോളിയം കുറയ്ക്കാനും അതായത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ നിന്ന്. പിന്നെ ചാനൽ വോളിയംസ് ഉണ്ട്. അതായത് ലെഫ്റ്റ് ചാനൽ ഇടത്തെ ഭാഗത്ത് സ്പീക്കറിൽ എത്ര സൗണ്ട് കാണും, വലത്തെ ഭാഗത്ത് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നതാണ് ഈ ചാനൽ വരുന്നത് കേട്ടോ. പിന്നെ പാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ബാലൻസ് ആണ്. ലെഫ്റ്റിലോട്ട് മാത്രം സൗണ്ട് മതിയെങ്കിൽ ലെഫ്റ്റ് സ്പീക്കറിലേക്ക് നീക്കി വെക്കാം. റൈറ്റിലോട്ട് മാത്രം മതിയെങ്കിൽ റൈറ്റിലേക്ക് നീക്കി വെക്കാം. ഇവിടെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഇതേപോലെ 0 ആക്കിയിടുന്നതിന് പകരം ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കിടക്കുന്നതെന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തു, ഇവിടം വരെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു അല്ലേ? ഇപ്പം തന്നെ അത്യാവശ്യം ഒരു ബേസിക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ചെയ്തു. ഇനി നമുക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ഔട്ട് എടുക്കണം അല്ലേ? അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? ഇവിടെ എക്സ്പോർട്ട് എന്നുള്ളൊരു സെറ്റിങ്സ് കാണാൻ പറ്റും. എക്സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതേ ഓപ്ഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. കണ്ടോ, ഒരു എക്സ്പോർട്ടിൻ്റെ ഓപ്ഷന് കാണിച്ചു തരാം കേട്ടോ. ഇത് എഡിറ്റിലേക്ക് കൊണ്ടോട്ടെ. ഇവിടെ കണ്ടോ ഒരു ഐക്കൺ കണ്ടോ? ഈ ഒരു ഐക്കണും ഈ എക്സ്പോർട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. എക്സ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ട് സെറ്റിങ്സ് ഏതെങ്കിലും ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഹൈ ക്വാളിറ്റി HD കണ്ടോ, HD റെസൊല്യൂഷന് 4K റെസൊല്യൂഷനിൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് അങ്ങ് എക്സ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സ്പോർട്ട് ആവും. അതിന് മുന്നേ നമുക്ക് ഇവിടെ സെറ്റിങ്സുകൾ ചെയ്ത് വെക്കാനുണ്ട് അല്ലേ? ഇപ്പം മീഡിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ടിൽ. പിന്നെ അവിടെ പ്രീസെറ്റ് നമ്മൾ എങ്ങനെയാണോ HD തന്നെയാണ് എടുക്കുന്നതെങ്കിൽ HD തന്നെ നമ്മൾ ചെയ്ത് അതേ റെസൊല്യൂഷൻ തന്നെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതുപോലെ ഫോർമാറ്റ് ഇതൊരു നല്ല ഫോർമാറ്റ് ആണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്വിക്ക് ടൈമിൻ്റെ ഫോർമാറ്റൊക്കെ കാണാൻ പറ്റും. ക്വിക്ക് ടൈം ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ MP4 തന്നെ വേണമെന്നാണ് തോന്നുന്നതെങ്കിൽ ഈ ക്വിക്ക് ടൈം മാറ്റിയിട്ട് H264 എടുക്കുക. എന്നിട്ട് താഴെ വീഡിയോയുടെ സെറ്റിങ്സ് ഉണ്ട്. ഇനി വീഡിയോ സെറ്റിങ്സിൽ വരിക. ഇനി നമ്മൾ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രെയിം സൈസ് ഇവിടെ അൺടിക്ക് ചെയ്യുക. ഇപ്പോൾ ഫ്രെയിം സൈസ് കണ്ടോ, നമുക്ക് ഇവർ തന്ന ഈ ഒരു ഫ്രെയിം സൈസിലാണ് നിൽക്കുന്നത്. അത് ഫുൾ HD ആക്കണമെങ്കിൽ ഇവിടെ ഫുൾ HD ആക്കുക. ഫ്രെയിം റേറ്റ് വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വരികയാണെങ്കിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഡിഫോൾട്ടായിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിനെ പറ്റിയൊക്കെ ഒരു വിശദമായിട്ട് ഔട്ട് എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കളർ ഗ്രേഡിംഗ് ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ പറയും. എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇവിടെ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത വീഡിയോ എക്സ്പോർട്ടായി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എക്സ്പോർട്ടായിന്ന് ഇവിടെ ഡീറ്റെയിൽസ് അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എവിടേക്കാണ് എക്സ്പോർട്ട് ആയെന്ന് കാണും. ഇതാ യുവർ വീഡിയോ ഹാസ് ബീൻ എക്സ്പോർട്ടഡ് സക്സസ്ഫുള്ളി. എവിടേക്കാണ്? യൂട്യൂബ് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത ആ വോളിയല്ലേ, അവിടേക്കാണ് ആയത്. അപ്പോൾ നമുക്ക് ഫൈൻഡറിലെടുത്ത് നോക്കാൻ പറ്റും. യൂട്യൂബിൽ നമ്മൾ പ്രീമിയറിൻ്റെ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തിരുന്നു, അവിടേക്കാണ് എക്സ്പോർട്ട് ആയേക്കുന്നത്. കണ്ടോ, അത് ആ ക്വാളിറ്റി ഇല്ലാത്ത സൈസിലാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ടാണ് ക്വാളിറ്റി ഇല്ലാത്ത ഔട്ട് കിട്ടുന്നത് കേട്ടോ. HD ഒക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഔട്ട് കിട്ടും. അതുപോലെ നമ്മുടെ പ്രോജക്റ്റുകൾ രണ്ടും ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു പോകാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.